ഇടുക്കിക്കാർക്ക് ഒരു രക്ഷയുമില്ലാത്ത രീതിയിലുള്ള ശല്യമാണ് ചില കൊമ്പന്മാർ ചേർന്നുണ്ടാക്കുന്നത്. സിംഗേണ്ട എന്ന സ്ഥലത്ത് ചക്കക്കൊമ്പനാണ് കുറച്ച് അക്രമം കാണിക്കുന്നത്. ഒരു വീടൊക്കെ ആക്രമിച്ചു. ദേവികുളം മിഡിൽ ഡിവിഷൻ ഭാഗത്താണെങ്കിൽ പടയപ്പയുടെ ശല്യമാണ്. അടിമാലി, നേരിമംഗലം, ദേവികുളം ഭാഗത്തൊക്കെ രാത്രി മറ്റ് കാട്ടാനക്കൂട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. ഇടമലക്കുടിയിൽ അവിടെ സൊസൈറ്റി കെട്ടിടം കാട്ടാന തകർക്കുകയും ചെയ്തു. വന്യജീവി ശല്യത്തിന്റെ മുൾമുനയിലാണ് ഇടുക്കിയുടെ മലയോര മേഖല. കാട്ടാനയും കടുവയുമെല്ലാം ഭീതി വിതയ്ക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5 ഇടത്താണ് കാട്ടാനകൾ ഇറങ്ങിയത്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ചിന്നക്കനാലിലെ സിംഗുകണ്ടത്ത് ഒരു വീടിന് നേരെ ചക്കക്കൊമ്പൻ ആക്രമണം നടത്തി. ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നെങ്കിൽ ആളും തീർന്നേനെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ ദേവികുളത്താണ് തമ്പടിച്ചിരിക്കുന്നത്. ഇവിടെ മിഡിൽ ഡിവിഷനിൽ തൊഴിലാളി ലയങ്ങൾക്ക് സമീപത്തേക്ക് എത്തിയ കാട്ടാന ഇവിടെ ഉണ്ടായിരുന്ന അടുക്കളത്തോട്ടം നശിപ്പിച്ചു. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ സൊസൈറ്റിക്ക് നേരെ കഴിഞ്ഞ രാത്രി കാട്ടാന ആക്രമണമുണ്ടായി. ഇവിടെ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ ആന നശിപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലത്തിന് സമീപം 6 മൈൽ നിന്നിരുന്ന കാട്ടാനയെ പിന്നീട് RRT സംഘം എത്തി തുരത്തി ഓടിക്കുകയായിരുന്നു. വന്യജീവി ശല്യം തടയുന്ന കാര്യത്തിൽ വനം വകുപ്പിന് വീഴ്ച പറ്റിയെന്ന് മുൻ MP ജോയ്സ് ജോർജും വിമർശിക്കുന്നുണ്ട്. ഈ വിഷയത്തിനകത്ത് സമഗ്രമായ ശാസ്ത്രീയ സമീപനവും അതിനനുസരിച്ചിട്ടുള്ള നിയമനിർമ്മാണങ്ങളും ഭേദഗതികളും ഉണ്ടാവണം. വന്യജീവി ശല്യം തടയാൻ വനം വകുപ്പ് നടത്തുന്ന ശ്രമങ്ങളൊന്നും ഫലം കാണുന്നില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ഇടുക്കിയിൽ നിന്ന് ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്. നന്ദുഷയുണ്ട് നമുക്കിപ്പോൾ ഇടുക്കിയിൽ നിന്ന്. നന്ദുഷ അവിടെ ചെന്നപ്പോൾ മുതൽ ഇതുപോലുള്ള വന്യമൃഗ ശല്യങ്ങൾ രൂക്ഷമായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് നിരന്തരം പടയപ്പയാണെങ്കിൽ വളരെ സ്നേഹത്തോടെ എല്ലാവരും കണ്ടിരുന്ന ആനയാണെങ്കിൽ ഇപ്പോൾ ഒരു ഭീകര രൂപിയായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ? ഇവയൊന്നും അകറ്റാനുള്ള ശ്രമങ്ങളൊക്കെ വനവകുപ്പിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ടോ? ഇടുക്കിയിൽ ഇന്നും 5 ഇടങ്ങളിലായി വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങൾ ഇന്ന് തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരം വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം കാഞ്ഞിരവേലി, ചിന്നക്കനാൽ, മൂന്നാർ ഇവിടെയെല്ലാം തന്നെ കാട്ടാനാക്രമണത്തിൽ മരണങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ തന്നെയാണ് വീണ്ടും കാട്ടാനയുടെ സാന്നിധ്യം, അതും ഒരു കാട്ടാനയല്ല, കാട്ടാനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളും കാട്ടാനയുടെ സാന്നിധ്യവും ഒക്കെ തന്നെ ഉണ്ടായിട്ടും വനം വകുപ്പിന് കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെടാനോ ഈ കാട്ടാന ശല്യമോ വന്യജീവി ശല്യമോ കുറയ്ക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. അതോടൊപ്പം തന്നെ മൂന്നാറിൽ ഇന്ന് കടുവയുടെ സാന്നിധ്യവും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കടുവ ഇറങ്ങി പശുവിനെ, ഒരു ക്ഷീരകർഷകൻ്റെ പശുവിനെ കൊന്നു തിന്നുന്ന സംഭവം ഉണ്ടായി. ഏതായാലും മലയോരവാസികൾ, ഇടുക്കിയുടെ മലയോര മേഖല മുഴുവൻ തന്നെ വളരെ വലിയ ആശങ്കയിലാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ വനം വിട്ടുള്ള ചെറു പട്ടണങ്ങളും എല്ലാം തന്നെ വന്യജീവികൾ കീഴടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കറിയാം ആഴ്ചകൾക്ക് മുൻപാണ് ചെറുതോണിയിൽ വെച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കാട്ടാന ആക്രമണവും വന്യജീവി ആക്രമണവും കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി യോഗം ചേർന്നത്. എന്നാൽ ഈ യോഗത്തിൽ പറഞ്ഞിട്ടുള്ള ഉറപ്പുകളൊന്നും, അല്ലെങ്കിൽ വനംവകുപ്പിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ യോഗത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഏതായാലും പൊലിയുന്നതെല്ലാം പാവപ്പെട്ട കുടിയേറ്റ കർഷകരുടെ ജീവനുകളാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയിട്ടുള്ള സാധാരണക്കാരായ ആളുകളുടെ ജീവനുകളാണ്, തോട്ടം തൊഴിലാളികളുടെ ജീവനുകളാണ്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള ആളുകളുടെ പ്രതിഷേധം ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതോടൊപ്പം ഇടുക്കിയിലെ ഈ നേര്യമംഗലം കാടുകൾക്കുള്ളിൽ നമുക്കറിയാം കോതമംഗലത്തൊക്കെ വലിയ പ്രതിഷേധമുണ്ടായതാണ്. ഇന്നലെ എന്നൊരു സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്ന് ഒരു ഏരിയയാണ് ഈ കാഞ്ഞിരവേലി എന്ന് പറയുന്നത്. അവിടെ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമാണ്. എന്നാൽ ഇന്ന് 6ഓളം കാട്ടാനകൾ റോഡിലേക്കും അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്കും ഒക്കെ തന്നെ അക്രമാസക്തമായി ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഇന്നുണ്ടാകുകയുണ്ടായി. ഏതായാലും ഇടുക്കി ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വന്യജീവി, ഇടുക്കിയുടെ മലയോര മേഖലയിലും അല്ലെങ്കിൽ വയനാടിൻ്റെ മലയോര മേഖലയിലും ഒക്കെ ഇതുപോലെ പേടിപ്പെടുത്തുന്ന രീതിയിൽ വന്യമൃഗശല്യങ്ങളുണ്ട്. മറ്റ് ജില്ലകളുടെയൊക്കെ പല മലയോര മേഖലകളിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ കാടിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ മറ്റു ജീവികളുടെ മലയെണ്ണാനും പന്നിയും അടക്കമുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് വിധേനയാണ് ഇതിനൊക്കെ കൃത്യമായൊരു പരിഹാരം ഉണ്ടാവുക എന്ന് ഇപ്പോൾ പോലും കൃത്യമായൊരു രൂപത്തിലേക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപാട് ചിന്തകളും ചർച്ചകളും നടപടികളൊക്കെ ഒരു വശത്തുകൂടി നടന്നു വരുന്നുണ്ട്. നമുക്ക് സമാധാനമായ സുരക്ഷിതമായൊരു കാലം അത് അധികം വിദൂരമല്ലാത്ത രീതിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും തിരഞ്ഞെടുപ്പ് കാലമല്ലേ, ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് അവരവരുടേതായ പ്രശ്നങ്ങളായി സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് തേടി വരുമ്പോൾ ഉയർത്തി കാട്ടാവുന്നതുമാണ്.